രാവിലെ ഭയങ്കര ശുചിയായിരുന്നു. ഇപ്പൊ എന്താ പറ്റിയ മോനെ? ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് മിക്കുൻ്റെ മാമോദീസയാണ്. അപ്പം വൈകിട്ട് 4 മണിക്കായിരുന്നു ഫംഗ്ഷൻ. നമ്മൾ 3:30 ആയപ്പോൾ തന്നെ പള്ളിയിലെത്തി. പക്ഷേ അച്ഛൻ ഇല്ലായിരുന്നു, അച്ഛൻ കുറച്ച് ബിസി ആയിരുന്നു. 4 മണിയൊക്കെ ആയപ്പോഴാണ് അച്ഛൻ വന്നത്. നമ്മൾ എവിടെയാ സാക്കുട്ടി? എവിടെയാ നമ്മൾ വന്നേ? പള്ളിയിൽ. എന്തോത്തിനാ പള്ളി വന്നേ? മിക്കുവിന്റെ ജ്ഞാനസ്നാനാണോ? എന്തുവാ ജ്ഞാനസ്നാനത്തിന്? എന്തോ ഈ അച്ഛൻ അവക്കറിയാം. വെള്ളം ഒഴിച്ച് കഴിവൂ. ആരുടെ തലയില്? മിക്കുവയുടെ തലയില്. സാവിയുടെ തലയിൽ വെള്ളം ഒഴിക്കണോ അച്ഛൻ? കുഞ്ഞായിരുന്നപ്പോ ഒഴിച്ചായിരുന്നല്ലേ? ഇനി വേണ്ട അല്ലേ? നമുക്ക് മിക്കുയുടെ തലയിൽ ഒഴിക്കാം അല്ലേ? മിക്കു വരട്ടല്ലേ? അപ്പൊ നമുക്ക് മിക്കുയുടെ തലയിൽ ഒഴിക്കാം കേട്ടാ. അരമണിക്കൂർ നേരത്തെ നമ്മൾ പള്ളിയിൽ എത്തിയത് കൊണ്ട് തന്നെ സാവിക്കുട്ടി അവിടെ കിടന്ന് ഓടിക്കളിയായിരുന്നു കേട്ടോ. പള്ളിക്കകത്തൊക്കെ നടക്കുകയായിരുന്നു. അച്ഛൻ 4 മണിക്ക് വന്നതിന് ശേഷം ഞങ്ങളെല്ലാം കുമ്പസാരിച്ചായിരുന്നു കേട്ടോ. കുമ്പസാരിച്ചതിന് ശേഷമാണ് ചടങ്ങ് തുടങ്ങിയത്. നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചടങ്ങ്. നമ്മളങ്ങനെ ഒരുപാട് റിലേറ്റീവ്സിനെ ഒന്നും വിളിച്ചില്ല. ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു. അപ്പം ഈ പള്ളി എന്ന് പറയുന്നത് നല്ലിയിലെ സെൻറ്റ് മേരീസ് സിറിയൻ കാത്തലിക് ചർച്ചാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് നല്ലിയിലാണ്. അച്ഛൻ 4 മണിക്ക് വന്ന ഒരു 4:15 ആയപ്പോഴത്തേക്കും നമ്മൾ ഫംഗ്ഷൻ തുടങ്ങി കേട്ടോ. സർവദേശങ്ങളിലും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മാമോദിസ എന്ന നാഥാനായ ഞാൻ കൂടെ ദൈവികമായി നീ പരമേൽപ്പിച്ചിട്ടുള്ള. ചടങ്ങ് തുടങ്ങി. മിക്കു ഭയങ്കര കാമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കരയുമെന്നൊക്കെ പേടിച്ചു. സാവിയുടെ സമയത്ത് സാവിയും ഭയങ്കര കാമായിട്ട് കരയൊന്നും ചെയ്തില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു മിക്കു. അപ്പം ഇവിടെ നമ്മൾ അവസാനമാണ് കേട്ടോ, അതായത് മുക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് വെള്ളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം വെള്ളം ഒഴിച്ചപ്പോഴും മിക്കു വളരെ കൂളായിട്ടിരുന്നതാണ്, കരഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പം തലതൊട്ടപ്പനായിട്ട് വല്യപ്പച്ചനാണ് കേട്ടോ നിൽക്കേണ്ടത്. അപ്പം വല്യപ്പച്ചന്മാർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അങ്ങനെ മിക്കുവിൻ്റെ മാമോദീസ കഴിഞ്ഞു. മെയിനായിട്ടുള്ള ചടങ്ങ് കഴിഞ്ഞു. അപ്പം ഒഫീഷ്യൽ നെയിം നഥാൻ മാത്യു ബിബിൻ എന്നാണ് കേട്ടോ. ഈ പേര് ഉബിച്ചൻ്റെ സെലക്ഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ആൺകുഞ്ഞാണെങ്കിൽ ഈ പേര് തന്നെ ഇടണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചടങ്ങിന് ശേഷം പിന്നീട് കിരീടം വെക്കൽ ചടങ്ങുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം അച്ഛൻ അൾത്താരയിൽ നമ്മുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് അൾത്താരയിലൂടെ നടക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്കും, അതായിരുന്നു ലാസ്റ്റ് ചടങ്ങ്, അതും കൂടെ കഴിയുമ്പോഴത്തേക്കും മാമോദിസയുടെ ചടങ്ങെല്ലാം പൂർത്തിയാവും. പിന്നെ സ്പെഷ്യൽ ഫുഡ് റെഡിയായിരുന്നു. വൈകിട്ടായതുകൊണ്ട് തന്നെ അപ്പവും ഫിഷ് മോളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.